ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് രേണുസുതി ഇപ്പോൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രേണുവിന് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ സാമൂഹ്യ മാധ്യമത്തിൽ സജീവമായിരുന്നു. തുടക്കത്തിൽ ഈ വിവരങ്ങൾ പുറത്തു പറയാൻ രേണുവിന് വലിയ വിമുഖതയുണ്ടായിരുന്നു. താൻ സന്തോഷവതിയാണെന്നും ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അവർ പ്രതികരിച്ചിരുന്നു. എന്നാൽ തൻ്റെ ചിരിക്കുന്ന മുഖത്തിന് പിന്നിലെ ആ വലിയ വേദന അധികകാലം ഒളിച്ചുവെക്കാൻ അവർക്കായില്ല. ഒടുവിൽ ആ ദുഃഖവാർത്ത രേണു തന്നെ ലോകത്തോട് തുറന്നു പറയുകയായിരുന്നു. 15ാമത്തെ വയസ്സിൽ ശരീരത്തിൽ കണ്ട ഒരു മുഴയാണ് പിന്നീട് ക്യാൻസറായി മാറിയതെന്ന് രേണു വ്യക്തമാക്കി. ഒരു ഉദ്ഘാടന ചടങ്ങിനായി പോയപ്പോഴാണ് അസുഖം തിരിച്ചറിഞ്ഞതെന്നും നാട്ടിലെ വിശദമായ പരിശോധനകൾക്ക് ശേഷമാണ് 4ാമത്തെ സ്റ്റേജിലാണ് അസുഖമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയതെന്നും രേണു പറഞ്ഞു. രോഗവിവരം അറിഞ്ഞ ഉടനെ തന്നെ ഡോക്ടർമാർ കീമോതെറാപ്പി ചെയ്യുവാൻ നിർദ്ദേശിച്ചു. നിലവിൽ 4 കീമോ കഴിഞ്ഞതിന് ശേഷമുള്ള കഠിനമായ ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് അവർ ഇപ്പോൾ കടന്നു പോകുന്നത്. തനിയെ എഴുന്നേറ്റ് നിൽക്കാനോ ബ്രഷ് ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും കഠിനമായ വേദനയാണ് അനുഭവിക്കുന്നത്. ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരരുത് എന്നാണ് രേണു കണ്ണീരോടെ പറഞ്ഞത്. വേദന കാരണം രാത്രികളിൽ ഉറങ്ങാൻ പോലും സാധിക്കാറില്ല. നൈസായ ചേച്ചി ജോലിയിൽ നിന്നും ലീവെടുത്ത് കൂടെയുള്ളത് കൊണ്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഭക്ഷണം നൽകുന്നതും കുളിപ്പിക്കുന്നതുമെല്ലാം ചേച്ചിയാണ്. വേദനകൾക്കിടയിലും തൻ്റെ കുഞ്ഞിനെ ഓർത്താണ് വലിയ സങ്കടമെന്നും അവനു വേണ്ടി ജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചു വരുമെന്നും രേണു പറയുന്നുണ്ട്. തുടക്കത്തിൽ പലരും ആദരാഞ്ജലി പോസ്റ്റുകൾ വരെ ഇട്ടതിൽ സങ്കടമുണ്ടെങ്കിലും ഇപ്പോൾ വലിയൊരു വിഭാഗം ആളുകൾ രേണുവിന് ആശ്വാസവും പിന്തുണയുമായി രംഗത്തെത്തുന്നുണ്ട്. രേണുവിൻ്റെ അസുഖ വിവരം പുറത്തു വന്നതു മുതൽ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി ഉയർന്നുകേട്ട ഒരു ചോദ്യമായിരുന്നു മൂത്ത മകൻ കിച്ചു എന്തുകൊണ്ട് അമ്മയെ കാണാൻ വരുന്നില്ല എന്നത്. താൻ നോക്കി വളർത്തിയ കിച്ചു തന്നെ കാണാൻ വരാത്തതിലുള്ള നിരാശ രേണുവും പങ്കുവച്ചിരുന്നു. കിച്ചുവെ കാണാൻ പോകുവാൻ ഉപദേശിച്ചും വരാത്തതിനെ വിമർശിച്ചും സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ കുമിഞ്ഞുകൂടി. ഒടുവിൽ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രേണുവിൻ്റെ അടുത്ത സുഹൃത്തായ സജീന ലൈവിൽ എത്തിയിരുന്നു. ആളുകൾ നിരന്തരമായി ചോദിച്ചതുകൊണ്ട് കിച്ചുവിനെ വിളിച്ച് സംസാരിക്കാമെന്ന് സജീന ഉറപ്പു നൽകിയിരുന്നു. ഇതിനു പിന്നാലെ ഒരു ദിവസം വൈകുന്നേരത്തോടെ കിച്ചു രേണുവിനെ കാണാനായി വീട്ടിലെത്തി. സുധിയുടെ ജ്യേഷ്ഠൻ സുനിലിൻ്റെ ഭാര്യയും മക്കളും കിച്ചുവിനോടൊപ്പം ഉണ്ടായിരുന്നു. രേണുവിൻ്റെ ഇളയ മകൻ ഋതപ്പനോടൊപ്പം കുറേ സമയം ചിലവഴിച്ച ശേഷമാണ് അവർ മടങ്ങിയത്. ഇനി വരാമെന്ന് പറഞ്ഞാണ് കിച്ചു പോയതെന്നും കിച്ചു രേണുവിനെ സന്ദർശിച്ചതിൻ്റെ പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. കിച്ചു സ്വന്തം പേജുകളുടെ റീച്ച് കൂട്ടാൻ വേണ്ടി കളിക്കുകയാണെന്നും ആളുകൾ പറഞ്ഞതുകൊണ്ടല്ല, സ്വന്തം ഉത്തരവാദിത്തത്തോടെ നേരത്തെ തന്നെ രേണുവിനെ കാണണമായിരുന്നു എന്നും ചിലർ വിമർശിക്കുന്നു. കൊല്ലം സുധി കഷ്ടപ്പെട്ട് വളർത്തിയ മകനെ ഈ നിലയിലെത്തിക്കാൻ രേണുവും ഒരുപാട് നോക്കിയിട്ടുണ്ടെന്നും വന്ന വഴി മറക്കരുതെന്നുമാണ് ഇവരുടെ വാദം. എന്നാൽ കിച്ചുവിനെ അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്. കിച്ചുവിന് മേൽ സൈബർ ആക്രമണം നടത്തുന്നത് ശരിയല്ലെന്നും കുടുംബത്തിനുള്ളിലെ ഈഗോയും വാശിയും മാറ്റിവെച്ച് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളുവെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു.